നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാകുമെന്നുള്ള ക്ലിപ്പിന്റെ 2ാം പാർട്ടാണ്. അപ്പോ വാത്സല്യ പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിൽ നിന്നും ആത്മീയ അനുഗ്രഹങ്ങളിൽ നിന്നും സ്വർഗീയമായ അനുഗ്രഹങ്ങളിൽ നിന്നും അകറ്റി നിത്യമായ നരകത്തിലേക്ക് പതിക്കാനുള്ള പ്രസംഗങ്ങളാണ് ഇന്ന് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കൾ ജാഗരൂകരായിരിക്കുക. ഹല്ലേലൂയ. ഞാൻ നോഹയുടെ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ കർത്താവിൻ്റെ ആ വരവിനെ കുറിച്ചുള്ള വിഷയത്തിലേക്ക് ഞാൻ വേഗത്തിൽ വരികയാണ്. തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നു. അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലം ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു. 969 നിന്ന് 120 സംവത്സരമായി. നമ്മൾ വിചാരിക്കുന്നത് മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ച് ഇല്ല. മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാണെങ്കിൽ തക്ക പണിഷ്മെന്റ് സ്വർഗം കൊടുക്കും. അതാ ഇവിടെ കണ്ടത്. 969 നിന്ന് 120 വന്നത്. ഇന്ന് അത് 50-60 വന്ന് നിൽക്കുക. ഞങ്ങളൊക്കെ ബോണസ് ഓടിക്കൊണ്ടിരിക്കുക, 67 ഓടിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ കൃപയാൽ ജീവിക്കുക. യേശു രോഗം ശീലിച്ചവനായിരുന്നെങ്കിൽ ദൈവമക്കളും രോഗം ശീലിച്ചവരായിരിക്കും. പക്ഷെ അവിടെ രോഗത്തിന് ആശ്വാസം, വിടുതലും സൗഖ്യം തരാൻ കർത്താവിന് ശക്തിയുണ്ട്. ആ രോഗങ്ങളിലൂടെയാണ് നമ്മൾ ദൈവത്തെ സേവിക്കുന്നെങ്കിൽ ഓക്കെ, ആ രോഗങ്ങൾ മാറി പൂർണ്ണ സൗഖ്യം തന്നാൽ നമ്മൾ തലതിരിഞ്ഞു പോവാതിരിക്കാം. പൗലോസിനെ അങ്ങനെ സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് ശിക്ഷിച്ച് നടത്തുന്ന ചരിത്രം 2 കൊരിന്ത്യർ 13 നമുക്ക് തരുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് വാത്സല്യ പ്രിയമുള്ളവരെ, തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നു. പിന്നെ കാണുന്ന പാപത്തിന്റെ പട്ടിക, അവരെല്ലാവരും വീരന്മാരായി, കീർത്തിപ്പെട്ടവർ തന്നെ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എപ്പോഴും ദോഷമുള്ളതെന്ന് യഹോവ കണ്ടു. കീർത്തിപ്പെട്ട പുരുഷന്മാർ, 200 ഇഡ്ഡലി തിന്നുന്നവൻ, 200 പ്രസംഗം നടത്തിയവൻ, 200 പേരെ സ്നാനപ്പെടുത്തി, 1000 പേരെ രക്ഷയിലേക്ക് നടത്തി. എന്തെല്ലാം ഭൗതിക അനുഗ്രഹങ്ങൾ ജനത്തിന് തലയറിഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കാമോ അതെല്ലാം വാങ്ങിക്കൊടുത്ത് അതിൽ സംതൃപ്തി അടഞ്ഞു പോകുന്ന വിശ്വാസികളും പാസ്റ്റർമാരുമാണ് ബഹുഭൂരിപക്ഷം. കൊടിയ ന്യായവിധി ഇതിനെതിരെ ദൈവം അയക്കുമെന്ന് ഞാൻ ആത്മാവിൽ എരിവോടെ വിളിച്ചു പറയും. ഞാൻ പറഞ്ഞല്ലോ, ഏദൻ തോട്ടത്തിൽ സകല സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കാൻ അവിടെ കൊണ്ടാക്കിയ ദൈവം കൽപ്പന ലംഘനം നടത്തിയപ്പോൾ ഏദൻ തോട്ടത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കി. അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദിവ്യമായ രക്ഷ അതിൻ്റെതായ അളവിൽ വചനവസ്തുപ്രകാരം നമ്മളത് പ്രാപിച്ചെടുക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിന് അടിച്ചു പുറത്താക്കുമെന്ന് പറയാൻ എനിക്ക് മടിയില്ല. പിന്നെ അവന്റെ അവസ്ഥ ഗതികെട്ട അവസ്ഥയാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് മനുഷ്യനെ കടിച്ചു കീറുന്ന കാലമായി മാറി. പട്ടിയും പൂച്ചയും കോഴിയും എരുമയും പോത്തും എല്ലാം കൂടി ഒന്നിച്ച് കളിച്ച് വളരുമ്പോൾ മനുഷ്യൻ സ്വയം ആക്രമിക്കുന്ന ഒരു ജീവിയായി മാറി. മനുഷ്യന്റെ ചോരയ്ക്ക് വേണ്ടി മനുഷ്യൻ ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായി മാറി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാവിൽ എരിവോടെ ഞാൻ വിളിച്ചു പറയുന്നു, നമുക്ക് നിത്യമായ നാശത്തിന്റെ പാതയിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വഴികൾ തുറന്നു വച്ചിരിക്കുക. അത് യേശു ക്രിസ്തുവിലൂടെ പിതാവാം ദൈവം തുറന്നു തന്നിരിക്കുന്ന നിത്യതയാണ്. അതിലേക്ക് പ്രവേശിക്കുവാൻ തൻ്റെ വാത്സല്യ അപ്പോസ്തലന്മാരെ ദൈവം തൻ്റെ വചനം ഫലമേൽപ്പിച്ചു. അതവിടുത്തെ വിഷയം.
പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഞാൻ അപേക്ഷിക്കുന്നു. സ്വർഗരാജ്യം പ്രാപിക്കാനായിട്ട് കർത്താവ് തന്റെ വാത്സല്യ അപ്പോസ്തലന്മാരിലൂടെ തന്നിരിക്കുന്ന വിശുദ്ധമായ പ്രമാണമാണ് അപ്പോസ്തല ഉപദേശം. ഒന്നാമത്തെ സഭ അത് കേട്ടു എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു. ഇന്ന് ആ അവസ്ഥയ്ക്ക് വിഘ്നം വന്നു എന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം പ്രസംഗിക്കേണ്ട സ്ഥാനത്ത് പാട്ടും കൂത്തും ഊതിയിടലും ഉന്തിയിടലും കൊലയും ചിരിയും ഛർദ്ദലും ബഹളം വയ്ക്കലും ന്യായപ്രമാണം പ്രസംഗിക്കലും പഴയ നിയമം പഠിപ്പിക്കലും ഒക്കെ തകർത്ത് വെച്ച് നടന്നുകൊണ്ടിരിക്കുക. താൻ പോലും വിശ്വാസി ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുക. എന്നെ അത് വളരെ വേദന ഉളവാക്കുന്ന കാര്യം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഒരു പ്രധാന വാക്യം 36:6 ഞാൻ വായിക്കുന്നു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. ഇന്നും കർത്താവ് അനേകരെ ഓർത്ത് അനുതപിക്കുന്നു എന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടക്കന്മാരും ജനത്തെ നരകത്തിലേക്ക് പുറകോട്ട് ഓടിക്കുമ്പോൾ ദൈവം അനുതപിക്കുന്നു, ദൈവം കരയുന്നു. ഞാൻ മനുഷ്യനെ ഉണ്ടാക്കുന്ന നിമിത്തം യഹോവ അനുതപിച്ചു. ചില കുടുംബങ്ങളില് ചില ഗുരുത്തക്കെട്ട മക്കള് ജനിച്ചു കഴിയുമ്പോൾ അക്രമാസക്തരായി കഴിഞ്ഞ് കൊള്ളയും കൊള്ളിവയ്പും ലഹരിക്ക് അടിമയായി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ചിലർ പറയുന്നത് കേൾക്കാം, എനിക്ക് അങ്ങനെ ഒരു മകൻ ഇല്ലെന്ന് ഞാൻ ഓർത്തു. ചിലർ പറയും, എൻ്റെ ഉദരത്തിൽ നീ പറന്നു പോയില്ലടോ എന്ന് ഓർത്ത് നിലവിളിക്കും ചില സഹോദരിമാർ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ മകനായി നീ പറന്നു പോയില്ലടോ എന്ന്. ദൈവമക്കളെ, ഞാൻ എന്തിനിത് പറയുന്നു? കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു ചിത്രം നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും പത്രത്തിലൂടെയും വായിച്ചെടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ കാണുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെയും കൂടി ഒരു ചാനലിൽ ഒരാൾ പറയുന്നുണ്ടായി, കുഞ്ഞുങ്ങൾ യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ, വക്രതയുള്ള ഒരു തലമുറയിലാണ് അവരായിരിക്കുന്നത്. കർത്താവ് അത് പറഞ്ഞല്ലോ, പൗലോസ് അത് പറഞ്ഞല്ലോ. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് പത്രോസിന്റെ 1-ാം പ്രസംഗത്തിൽ പറഞ്ഞല്ലോ. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് എഴുതിയല്ലോ, വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ആയിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞല്ലോ. ഇത് വക്രതയുള്ള തലമുറയാണെന്ന്. അതെ, ഇത് വക്രതയുള്ള തലമുറയാണ്. ഇത് ലവോദിക്ക പിരീഡ. കർത്താവിന്റെ വരവിന് മുൻപ് ഇന്ന് ലോകത്ത് കാണുന്ന മനുഷ്യരും ആത്മീയരെന്ന് പറയുന്ന ജഡീകന്മാരും ആത്മീയ നിലവാരങ്ങളില്ലാത്തവരായി തീർന്നിരിക്കുന്നത് എന്തുകൊണ്ട്? ഇത് വക്രത നിറഞ്ഞ തലമുറയാണ്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് നമ്മൾ അന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായിട്ട് ജീവിക്കേണ്ടത്. ഇന്ന് വിശ്വാസി അമാതൃകയായിട്ട് ജീവിക്കുക, ശുശ്രൂഷ വൃന്ദങ്ങൾ അമാതൃകയായിട്ട് ജീവിക്കുക, ഇന്നത്തെ സഭകൾ അമാതൃകയായിട്ട് ജീവിക്കുക. സഭ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് വേദപുസ്തകത്തിൽ നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ ഇന്ന് സഭ എന്റർടൈൻമെന്റ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി മാറി. സഭായോഗം കഴിയുമ്പോൾ പിള്ളേരെ നാരങ്ങ സ്പൂണിൽ വെച്ച് ഓടിക്കാനും തൊങ്കിക്കളിക്കാനും പിന്നെ കഥ പറയാനും പാട്ട് പഠിപ്പിക്കാനും എന്ന് വേണ്ട തിരുവചനത്തിന്റെ മാർമിക സത്യങ്ങളിൽ നിന്ന് വിശ്വാസിയെ അടർത്തിയെടുത്ത് ലോകത്ത് കിടന്ന് ഉരുളത്തക്ക നിലയിൽ അവരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ വന്നെത്തിയിരിക്കുന്നു. ഇത് അന്ത്യകാലം. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്ന കാലം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഹല്ലേലൂയ, ദൈവം നമ്മെക്കുറിച്ച് അനുതപിക്കാനിട വരുന്നു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. അതെന്റെ ഹൃദയത്തിന് ദുഃഖമായി കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് 7-ാം വാക്യം. ഞാൻ സൃഷ്ടിച്ചുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. ഒപ്പം ആരെയൊക്കെ നശിപ്പിക്കും? മൃഗത്തെയും ഇഴജാതികളെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ. മനുഷ്യന്റെ പാപം നിമിത്തം ആത്മാവില്ലാത്ത ജീവികളായ അല്പപ്രാണികളായ കുഞ്ഞു ജീവികളുടെ മേലുപോലും ദൈവത്തിന്റെ ശിക്ഷ വന്നുവെന്ന് ഭക്തന്മാരെ നമ്മളൊന്നറിയാതിരിക്കരുത്. നമ്മൾ വിശ്വസ്തയോടെ സേവിക്കുമ്പോൾ ദേശം അനുഗ്രഹിക്കപ്പെടും. നമ്മൾ അവിശ്വസ്തരാകുമ്പോൾ ദേശം ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ടു പോകും. യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതിരിക്കും. മനുഷ്യരാകുന്ന നമ്മൾ
തിന്മയിലേക്ക് എടുത്തു ചാടുമ്പോൾ നാം മുഖാന്തരം അനേകര് ആ തിന്മയിലേക്ക് നിബന്ധിക്കാനിടയായിത്തീരും. നമ്മൾ നീതിയുടെ വഴിയിലേക്ക് അറിഞ്ഞ് ശക്തിയോട് മുൻപോട്ട് പോകുമ്പോൾ ചിലരെയെങ്കിലും ആ നീതിയുടെ വഴിയിലേക്ക് നമുക്ക് തിരിക്കാൻ കഴിയും. അല്ലല്ലോ, അതാണ് ചെയ്യേണ്ടത്. ഞാൻ നമ്മോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാന്തം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കി കർത്താവിന്റെ വരവിന് വേണ്ടി വാർത്തെടുക്കാനാണ് കർത്താവ് പഠിപ്പിച്ചത്. ഇന്ന് വിശ്വാസികൾ വെച്ച് തിന്നുകൊണ്ടിരിക്കുക ശുശ്രൂഷകന്മാർ. നല്ലൊരു പങ്കും. എല്ലാവരുമല്ല. ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ ദൈവജനത്തെ കർത്താവിന്റെ ഒരു വേണ്ടി ഒരുക്കിയെടുക്കുന്നവർ. ഹല്ലേലൂയ. എങ്ങനെയിരിക്കും നമ്മുടെ ആത്മീയ നിലവാരം? ഹല്ലേലൂയ. 36 അവസാനത്തിൽ യഹോവ മനുഷ്യനെ ഉണ്ടാക്കുന്ന നിമിത്തം അനുതപിച്ചു, അവരെ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എന്താ കാര്യം? നോഹയുടെ കാലഘട്ടത്തിൽ നോഹ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു, ദൈവത്തോട് കൂടെ നടന്നു. ഇന്നോ ഹല്ലേലൂയ, നീതിമാന്മാർ നശിച്ചുകൊണ്ടിരിക്കുന്നു, നിഷ്കളങ്കന്മാർ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തോട് കൂടെ നടക്കേണ്ടതിന് പകരം ലോകത്തോടു കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. ഇവിടെ അതിന്റെ അവസാന ചില വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ മത്തായിലേക്ക് വരുന്നു. നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കരുമായിരുന്നു, ദൈവത്തോടു കൂടെ നടന്നു. ഷേം, ഹാം, യാഫേത്ത് എന്നീ 3 പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു. അവരുടെ വംശക്കാരാണ് ഇന്ന് കിടന്ന ലോകത്ത് കാണുന്ന എല്ലാ രാജ്യങ്ങളിലുള്ളവരും. എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുൻപാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായെന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കി കളഞ്ഞു. തന്നിമിത്തം എന്ത് സംഭവിച്ചു? നോഹയോട് പറഞ്ഞൊരു പെട്ടകം പണിയാൻ. നോഹ പെട്ടകം പണിതു. ഡെയ്ക്സ് ബൈബിളില് അതിനെക്കുറിച്ച് ഫുട് നോട്ടിൽ പറയുന്നത് 120 സംവത്സരം നോഹ പ്രസംഗിച്ചു എന്ന്. പെട്ടകം പണിതും പ്രസംഗിച്ചും 120 വർഷം കഴിഞ്ഞു. ആരും കയറിയില്ല. ഒരു സന്തോഷ വാർത്തയുണ്ട്. നോഹയുടെ പ്രസംഗം കേട്ട് സ്തോത്രം, നോഹയുടെ കുടുംബത്തിലുള്ളവരെങ്കിലും അതിൽ കയറി. പ്രസംഗിച്ച് ഒരായുസ് മുഴുവൻ പ്രസംഗിച്ച ഉപദേശിമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും മക്കളെയും മരുമക്കളെയെങ്കിലും പെട്ടകത്തിൽ കയറ്റിക്കൊള്ളണം. ഇല്ലെങ്കിൽ ഈ ലോകത്തോടൊപ്പം അവർ നശിച്ചു പോകും. ഇന്നത്തെ ശുശ്രൂഷകന്മാരുടെ കുടുംബങ്ങളെ കണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, തലതിരിഞ്ഞ ശുശ്രൂഷ വൃന്ദങ്ങൾ, വചനത്തെ കോട്ടിക്കളയുന്നവർ, കൂട്ടിച്ചേർക്കുന്നവർ, മറിച്ചു കളയുന്നവർ, വചനം വിറ്റ് തിന്നുന്നവർ, വചനം കൊണ്ട് കൊള്ളലാഭം ഉണ്ടാക്കുന്നവർ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാം, അല്ലാതെയും പ്രസംഗിക്കാം, വളച്ച് പ്രസംഗിക്കാം, നേരെ പ്രസംഗിക്കാം, ലാഭം കൊയ്യാം, നിത്യതയ്ക്ക് വേണ്ടി അവരെ പ്രസംഗിച്ചൊരുക്കാം. ഇന്ന് ലാഭം കൊയ്യലാണ് കൂടുതൽ. ഇടയ്ക്ക് ആരണ്ടും പറയണ്ടായി, ഏറ്റവും നല്ല കാശുണ്ടാക്കാനുള്ള മാർഗം സുവിശേഷവേലയാണ്. ശരിയാണ്. ഒന്ന് ഉപദേശം തിരിച്ചു കൊടുത്താൽ, ഒന്ന് മറിച്ചിട്ടാൽ, ഒന്ന് കൂട്ടിച്ചേർത്താൽ കോടികളാണ് സമ്പാദിക്കുന്നത്. പൂച്ചാന്ത അടി വെച്ച കുറെ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട് കോടികൾ സമ്പാദിക്കാൻ. അവർ സമ്പാദിച്ച് വെച്ചിരിക്കുക. ഞാൻ അവരോട് ചോദിക്കുന്നു, നീ ഒരുക്കി വെച്ചത് കർത്താവിൻ്റെ വരവ് ഇന്നാണെങ്കിൽ അതിനെന്ത് സംഭവിക്കും? കർത്താവ് അങ്ങനെ ചോദിച്ചല്ലോ, അല്ലേ? ഹല്ലേലൂയ. തിന്നുക, കുടിക്കുക, ആശ്വസിക്കാവുന്ന ഒരു ജഡികനോട് കർത്താവ് ചോദിച്ചു, ഇന്ന് ഞാൻ നിന്റെ പ്രാണനെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? വല്ലവർക്കും ആകും, എല്ലാവരും. ഹല്ലേലൂയ. ഞാൻ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുന്നു. ഇവിടെ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. നോഹയുടെ കാലഘട്ടത്തിലെ ഒരവസ്ഥയാ. തീറ്റയും കുടിയും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെല്ലാവരെയും മുടിച്ചു കളഞ്ഞു. അതെന്ത് പറ്റി? നോഹയുടെ കാലത്ത് തിന്നണ്ടേ, കുടിക്കണ്ടേ, വിവാഹത്തിന് കൊടുക്കണ്ടേ, വിവാഹം കഴിക്കണ്ടേ? അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു.
മൈ ഗോഡ്. എൻ്റെ ദൈവമേ, സ്തോത്രം, സ്തോത്രം. തീറ്റയും കുടിയും ദൈവം അനുഗ്രഹിച്ചു, ദൈവം നന്മകളാൽ നിറച്ചു. വിദേശ നന്മ കൊണ്ട് ബാങ്കുകൾ നിറഞ്ഞു. യൂറോ ഡോളറും പൗണ്ടും റിയാലും കെനിയും കൊണ്ട് ഞങ്ങളുടെ മക്കളെ ദൈവം അനുഗ്രഹിച്ചു. ഇല്ല, അനുഗ്രഹിച്ചില്ല. അവരെ നരകത്തിലേക്ക് സാത്താൻ വലിച്ചുകൊണ്ട് പോവുകയാണ് സഹോദരങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പെടാൻ അവർ തയ്യാറല്ല. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹമാണ് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത്. അവരെ പഠിപ്പിക്കാൻ പാസ്റ്റർമാരില്ല, മാതാപിതാക്കളില്ല. തലയറിഞ്ഞ് പ്രാർത്ഥിച്ച് നിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കാന്നാണ് മാതാപിതാക്കന്മാരും പാസ്റ്റർമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദിയിൽ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നിനക്ക് ആവശ്യമുള്ളത് കർത്താവ് നൽകി തരുമെന്നാണ് കർത്താവും സ്ത്രീകന്മാരും പഠിപ്പിച്ചത്. അത് പഠിപ്പിക്കാൻ ആളില്ല ഇവിടെ. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കുമെന്ന് വിശ്വാസി കിടന്ന് പായുക. അതിൻ്റെ പിറകെ പാസ്റ്റർമാരും പായുക. ആ വേദന അവരെ മാറ്റി തിന്നാനും കുടിക്കാനും ഉടുക്കാനും കൊടുക്കാനും സമ്പാദിക്കാനും ഒക്കെ വഴി അവർക്ക് തുറന്നു കൊടുക്കുക. അതായത് ഭൗതികം മാത്രം പ്രസംഗിച്ച് വിശ്വാസികളെ നടത്തുക. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാനുള്ള പ്രസംഗങ്ങളൊന്നുമില്ല. വിശുദ്ധിയുടെ ഉപദേശം പ്രസംഗിക്കുന്നില്ല. വേർപാടിന്റെ ഉപദേശം പ്രസംഗിക്കുന്നില്ല. വിശുദ്ധി, വേർപാട് ഇതൊക്കെ സഭയിൽ നിന്ന് നഷ്ടമായി. എന്നിട്ടോ ഭൗതിക അനുഗ്രഹങ്ങളുടെ കൂമ്പാരം. ജനറൽ കൺവെൻഷനിലെ ഒരു വലിയ പ്രസ്ഥാനത്തിലെ ജനറൽ കൺവെൻഷന് ഒരു പാസ്റ്റർ പ്രസംഗിച്ച് ഓർക്കുന്നുണ്ട്, നമ്മുടെ പ്രസ്ഥാനത്തെ ദൈവം അനുഗ്രഹിച്ചിരിക്കുക. ഇതുപോലെ ജഡികന്മാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന വേറൊരു പ്രസ്ഥാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പറയുന്നത് എന്താ? നമ്മൾ ദൈവം അനുഗ്രഹിച്ചിട്ടിരിക്കുക. കോടതിയും കേസും വഴക്കും വക്കാണമായിട്ട് നടക്കുന്ന നിന്നെ എന്നെ അനുഗ്രഹിച്ചെന്നാ പറയുന്നത്. പോട്ടെ, ഞാൻ വിഷയത്തിലേക്ക് വരിക. ഇവിടെ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്ത് വിവാഹം കഴിച്ചുമ്പോൾ ജലപ്രളയം വന്നു, അവരെല്ലാവരെയും മുടിച്ചു കളഞ്ഞു. പ്രിയമുള്ളവരെ, അടുത്ത വാക്യത്തിലേക്ക് ഞാൻ വരുന്നു. ലോത്തിന്റെ കാലം സംഭവിച്ചതുപോലെ തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോകുന്നു. അപ്പൊ ലോത്തിന്റെ കാലത്ത് വേറെ കുറെ പരിപാടികളുണ്ട്. വിൽക്കുക, നടുക, തിന്നുക, കുടിക്കുക, പണിയുക. എന്നാൽ ലോത്ത് സ്വതം വിട്ട നാളിൽ ആകാശത്ത് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. അവിടെയും മുടിച്ചു കളഞ്ഞു. നേരത്തെയും ഒരു മുടിച്ചു കളഞ്ഞു ഞാൻ പറഞ്ഞു. ഈ ഭാഗം നന്നായിട്ട് വായിച്ച് പഠിച്ചോണേ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരും. ലൂക്കോസ് 17:26 മുതൽ 37 വരെയുള്ള വാക്യം നന്നായി വായിച്ച് പഠിച്ചോണം. എത്രയോ പ്രാവശ്യം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ പ്രേരണ തന്നു കർത്താവ് ഒരു മെസ്സേജ് ചെയ്യാനായിട്ട്. പല മെസ്സേജും ചെയ്തിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച് ഈ വിഷയം തന്നെ. അപ്പൊ ഇവിടെ പറയുന്നത് വിറ്റും നട്ടും വാതിന് കൊടുത്തും വാങ്ങം കഴിച്ചും പോകും. നോഹയുടെ കാലം. ലോകത്തിന്റെ കാലത്തോ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോകുന്നു. ഈ ഭാഗം തന്നെ മത്തായി പറയുന്നത് കൂടി നമുക്കൊന്ന് ചിന്തിക്കാം എന്നെനിക്ക് തോന്നുകയാണ്. മത്തായി 24:37 നോഹയുടെ കാലത്ത് താൻ സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെല്ലാവരെയും നീക്കിക്കളയോളം അവരറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. അവരറിയാതെ പോയി. നോഹയുടെ പ്രസംഗം കേൾക്കാതെ പോയി. കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്തിവചനവും ഭക്തിക്കൊത്ത ഉപദേശവും പുതിയ നിയമം എന്ന നിലയിൽ അടിയങ്ങൾ ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രസംഗം കേൾക്കാതെ പോയാൽ വലിയ ഛേദം സംഭവിക്കും. പഴയ നിയമത്തിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് അധികമൊന്നും പ്രതിപാദിക്കുന്നില്ല. ഒരു ഗോവണി, സ്വർഗത്തിൽ നിന്നെത്തുന്ന ഒരു ഗോവേണി യാക്കോബ് കണ്ടതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നു. അത് സ്വർഗത്തിലേക്ക് വെച്ച ഗോവേണി കർത്താവായ യേശുക്രിസ്തുവിനെയാണെന്ന് വേദപണ്ഡിതന്മാർ ഒരേ ശബ്ദത്തിൽ പറയുന്നു. സ്വർഗത്തേക്ക് പോകാനുള്ളൊരു വഴി യേശുക്രിസ്തു മാത്രം, മറ്റൊരുത്തിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ ഭൂമിയുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് സ്വർഗരാജ്യം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ.
ഞാൻ നമുക്ക് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്ന കർത്താവ് പറഞ്ഞു. ഈ ആത്മാവും ജീവനുമാകുന്ന കർത്താവിൻ്റെ വചനം കേട്ട് മാത്രമേ നമുക്ക് നിത്യത പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. മോശയുടെ പ്രമാണം കൊല്ലുന്നതാണ്, അത് ഇരുട്ടിൻ്റെതാണ്, അത് മരണത്തിൻ്റെതാണ്, അത് ശോഭ കുറഞ്ഞതാണ്, അത് പകയുടെയും വിദ്വേഷത്തിൻ്റെതാണ്, അത് തമ്മിൽ കോടതിയിൽ പോകേണ്ട പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ന്യായപ്രമാണം പ്രസംഗിക്കുന്ന ഒരു കോടതി കയറിയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിറ്റും നട്ടും വിവാഹത്തിന് കൊടുത്തു വിവാഹം കഴിച്ചും പോന്നു. വിൽക്കണ്ടേ, നടണ്ടേ, വിവാഹത്തിന് കൊടുക്കണ്ടേ, വിവാഹത്തിന് കഴിക്കണ്ടേ, എല്ലാം ചെയ്യണം. പെട്ടകത്തിൽ കയറാനുള്ള ദൂത് കേട്ടോണം. ലോകകാലത്ത് സംഭവിച്ച ദുരന്തം അതാ. ലോക പ്രസംഗിച്ച പ്രസംഗം കേട്ടില്ല. അതുപോലെ പുതിയ നിയമം ഞങ്ങൾ പ്രസംഗിക്കുന്നു. സ്വർഗരാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് പോകാനുള്ള സന്ദേശങ്ങൾ ശക്തമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാരും കേൾക്കുന്നില്ല, ചെവി കൊടുക്കുന്നില്ല. വിക്കലും നടലും, വിവാഹത്തിന് കൊടുക്കും, വിവാഹം കഴിപ്പും നടലും പണിതും ഒക്കെ പകർന്നു പോയി. ഈ പണി എന്ത് പണിയാ? വിശ്വാസികൾ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന വിശ്വാസികൾ എനിക്കറിയാം. കെട്ടിടം വെച്ചു കൊടുക്കുന്ന വിശ്വാസികൾ എനിക്കറിയാം. തട്ടിപ്പും വെട്ടിപ്പും ചതിവും നടത്തുന്ന വിശ്വാസികൾ എനിക്കറിയാം. ഹല്ലേലൂയ. ദൈവവ്യവസ്ഥ പാലിക്കാത്ത ആർക്കും ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ കയറി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഓർത്തോണം. എനിക്കതിനെക്കുറിച്ച് കുറച്ച് പ്രസംഗിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ഇവിടെ വ്യക്തമായി കൃത്യമായി മത്തായിയും ലൂക്കോസും പറയുന്നത്, അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. നമുക്ക് തിന്നണ്ടേ, കുടിക്കണ്ടേ, വിവാഹം കഴിക്കണ്ടേ, വിവാഹത്തിന് പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? ഇതൊന്നും കുഴപ്പമില്ല, തെറ്റായ കാര്യങ്ങളല്ല. പക്ഷേ പെട്ടകത്തിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയുള്ള പ്രസംഗം ആ ജനം കേൾക്കണമായിരുന്നു. ഇന്നും പെന്തക്കോസ്ത് സമൂഹത്തോട് ഞാൻ ശക്തമായി വിളിച്ചു പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിപത്ത് ഉപദേശവും അനുസരിച്ച് യേശുക്രിസ്തു ആകുന്ന പെട്ടകത്തിൽ ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ കയറി രക്ഷപ്പെടാനുള്ള അവസാന ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഈ കേൾക്കുന്ന പ്രസംഗം. അനേകരെ ഭൗതികത്തിൽ പിശാച് മുക്കിക്കളഞ്ഞു. അനേകരെ കസേരയിൽ കർത്താവ് നശിപ്പിച്ചു പിശാച് മുക്കിക്കളഞ്ഞു. പിശാച് പറഞ്ഞല്ലോ, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. ഇതെങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഈ ലോകത്തിന്റെ പ്രതാപവും ഈ ലോകത്തിന്റെ ഭൗതിക മുഴുവൻ സാത്താന്റെ വകയാണ്. അത് ആദാമും അവയും കൂടി സാത്താനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ അതിൻ്റെ പിറകെ പോയി നിന്റെ നിത്യത നഷ്ടപ്പെടുത്തരുതെന്നിതാ ഒരു കുഞ്ഞുപദേശി ഇരുന്ന് വിളിച്ചു പറയുക. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ആദിയിലെ രാജ്യം നീതിയും അന്വേഷിച്ചാൽ നമുക്ക് ആവശ്യമായത് നൽകിത്തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഏലിയാവിനെ പുലർത്തുവാൻ കാക്കയോട് കൽപ്പിച്ചതുപോലെ, വിധവയോട് കൽപ്പിച്ചതുപോലെ നിന്നെ പുലർത്താൻ ചിലരോട് ദൈവം തൻ്റെ കൽപ്പനയിടും. ഭാരപ്പെടണ്ട. നീ ദൈവരാജ്യം, ദൈവനീതി അന്വേഷിക്കും. വിറ്റും നട്ടും വിവാഹത്തിന് കൊടുത്ത് വിവാഹം കഴിച്ചും പോന്നു. വിറ്റും നട്ടും പണിതും പോന്നു. ഇതൊക്കെ നമുക്ക് ചെയ്യണം, ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഈ ഭൂമി ജീവിക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റൂ. പക്ഷേ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിലും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അത് അവിടുത്തെ പ്രധാന വിഷയം. ഹല്ലേലൂയ. അത് ലൂക്കോസിൽ കർത്താവ് പറയുന്നുണ്ട്. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാൾ മുതൽ ആകാശത്തിന്റെ തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെയാകും. ഹല്ലേലൂയ. അന്ന് വീട്ടിലിരിക്കുന്നവൻ വീട്ടിൽ നിന്ന് സാധനം എടുക്കാൻ പുറപ്പെടരുത്. അവണ്ണം വയലിലിരിക്കുന്നവനും പിന്നോക്കം തിരിയരുത്. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും.
ആ രാത്രിയിൽ രണ്ടുപേർ ഒരു കിടക്കമേൽ കിടക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. രണ്ടുപേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും ഭാര്യ ഭർത്തരാകാം. ചിലപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ സഹോദരൻ രക്ഷിക്കപ്പെട്ടു, വേറൊരുത്തൻ രക്ഷിക്കപ്പെട്ടില്ല. സ്നേഹിതന്മാർ രക്ഷിക്കപ്പെട്ടില്ല, ഒരാളെ രക്ഷിക്കപ്പെട്ടു. അവിടെ ജോലി ചെയ്യുക. അവർ ജോലി ചെയ്ത് കുടുംബം പുലർത്തുകയും കർത്താവിന്റെ ഒരുവരുടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഭാര്യയും ഭർത്താവുമാണെങ്കിൽ ഒരുങ്ങിയിരിക്കുന്നവർ കർത്താവിന്റെ ഒരുങ്ങി പോകും, ഒരുങ്ങാത്തവരുടെ കിടക്കും. രണ്ടുപേർ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരാൾ രക്ഷിക്കപ്പെട്ടതാ, ഒരാൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാ. അവ രക്ഷിക്കപ്പെട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവൻ പോകും, മറ്റവൻ അവിടെ പൊടിച്ചുകൊണ്ടിരിക്കും. ഇത് സംഭവിക്കാൻ പോവുക. ഈ സുവിശേഷങ്ങളിൽ കർത്താവ് പറയുമ്പോൾ ഒരു മുന്നറിയിപ്പായിട്ട് ഞാൻ തരിക. അത് എൻ്റെ കോണ്ടാക്ട്സ് എടുത്ത് വേണം അത് ചിന്തിച്ച് കാര്യങ്ങൾ എടുക്കാൻ. അവരോട് പറഞ്ഞതും നമ്മളോട് പറഞ്ഞത്, അപ്പോസ്തലന്മാർ പറഞ്ഞതും രണ്ടും രണ്ട് നിലയിൽ കിടക്കുക. അങ്ങനെ ഒരു ശക്തമായ പഠനമുണ്ട്. പലരും അത് വേണ്ടി ശ്രദ്ധിക്കാറില്ല. നമ്മളോട് പറഞ്ഞത്, ഞാനോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാത്രനോട് ഉപയോഗിച്ചുകൊണ്ട് സകലയാതൊരു ശിക്ഷയാക്കിക്കൊള്ളാനാ. അത് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അത് വേറൊരു നിലയിലുള്ള ഒരു പഠനമാണ്. എന്നെ ശിഷ്യന്മാരോട് പറഞ്ഞത് അത് വേറൊരു നിലയിലുള്ള പഠനമാണ്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് പരിജ്ഞാനത്തോടെ വിവേകത്തോടെ എടുത്തോണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. ഞാൻ അങ്ങനെ പറഞ്ഞ ആ ഭാഗം ഒന്ന് വിടുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പലർക്കും പല അബദ്ധങ്ങൾ പറ്റാറുണ്ട്. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങൾ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ്. എന്നാൽ ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുകയും എന്നാൽ 2 Thessalonians 2:15 എഴുതിയിരിക്കുന്ന വാക്യപ്രകാരം റോമാലേഖനം മുതൽ യൂദള ലേഖനം വരെ, അതിൽ വെളിപ്പാടിന് 2-3 അധ്യായം വരെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ച് ആ ശിഷ്യന്മാർ സഭയെ പഠിപ്പിച്ചത്. ശിഷ്യന്മാർ സഭയെ പഠിപ്പിച്ചതും കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചതും തമ്മിൽ ചില വ്യത്യാസങ്ങൾ കിടപ്പുണ്ട്. അത് പരിജ്ഞാനത്തോടെ വിവേകത്തോടെ സുബോധത്തോടെ നമ്മളത് എടുക്കണം, അല്ലെങ്കിൽ അത് ആശയക്കുഴപ്പമുണ്ടാകും. അപ്പൊ ഞാൻ വചനത്തിലേക്ക് വന്ന വേഗത്തിൽ എൻ്റെ ശുശ്രൂഷ നിർത്താൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. വാത്സല്യ ദൈവമക്കളെ, ഇവിടെ നമ്മൾ കാണുന്നത് വിൽക്കേണ്ടെന്നോ നടണ്ടെന്നോ വിവാഹത്തിന് കൊടുക്കേണ്ടെന്നോ വിവാഹം കഴിക്കേണ്ടെന്നോ ഒന്നും അർത്ഥമാകുന്നില്ല. അതെല്ലാം ചെയ്യുമ്പോഴും അരുമനാഥന്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ നിർമ്മലതയോടെ ഒരുങ്ങേണ്ട ഒരു വലിയ ആവശ്യകത കർത്താവ് പഠിപ്പിക്കുക. ഇന്നുപോലെ കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോടും പറയുന്നു, നിങ്ങൾ ജോലി ചെയ്യേണ്ടെന്നോ പഠിക്കേണ്ടെന്നോ പഠിപ്പിക്കേണ്ടെന്നോ ഇല്ല. നിങ്ങളെ ഏൽപ്പിച്ച ജോലികൾ, പഠിക്കേണ്ട പഠിത്തങ്ങളെല്ലാം നന്നായി ചെയ്യുക. അതിൻ്റെ നടുവിലും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, സ്വർഗരാജ്യം പ്രാപിക്കുവാൻ, ദൈവരാജ്യം പ്രാപിക്കുവാൻ ആത്മാവിൽ എരിവോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഭക്തന്മാരായി ഭക്തമതികളായി തീരണമെന്ന് ഞാൻ നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ പ്രബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിന്റെ പുറകെ പോകാൻ ഇന്ന് പാസ്റ്റർമാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ലോകത്തിലെ ഭൗതികങ്ങൾ വാരിക്കോരി കൂട്ടാൻ ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ദൈവം നിന്നെ അബ്രഹാമിനെ പോലെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. 13 അബ്രഹാമിന് വെള്ളിയും പൊന്നും മൃഗസമ്പത്തും ദാസിദാസന്മാരെ കൊണ്ട് അബ്രഹാമിനെ അങ്ങ് അനുഗ്രഹിച്ചു. അതുപോലെ അനുഗ്രഹം പ്രാപിക്കാൻ നടക്കുക ഇന്നത്തെ ഭക്തന്മാര്. അവിടെ പറയുന്നത് ആത്മീയ അനുഗ്രഹമല്ല, ഭൗതിക അനുഗ്രഹം തന്നെയാണ്. അപ്പൊ അതെടുത്ത് പുതിയ നിയമസഭയോട് പ്രസംഗിക്കുമ്പോൾ നിങ്ങളും വിശ്വാസികളെ ഭൗതിക അനുഗ്രഹത്തിലേക്ക് നടത്തുകയാണ്. തന്മൂലം അവരെ നിത്യമായ നാശത്തിലേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കി കൊള്ളണം. ഹല്ലേലൂയ. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. ലോകത്തിന് സംഭവിച്ചത് എന്താ? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകുന്നില്ല, സമയമില്ല. പേരിൽ കൂട്ടി നീരോട്ടം കണ്ട് നീരോട്ടം മുഴുവൻ പേരിൽ കൂട്ടി കരമടച്ച് രസീതും കൊണ്ട് അൽമാരയിൽ വെച്ചിട്ട് പട്ടണവാതിക്കെ വായി നോക്കിയിരിക്കുക. അനേക ഭക്തന്മാർക്ക് ഈ ഗതികെട്ട അനുഭവം സംഭവിച്ചിരിക്കുക. ലോത്ത് നീതിമാനാണെങ്കിലും വലഞ്ഞു പോയെന്ന് പത്രോസ് പഠിപ്പിക്കുമ്പോൾ ലോത്തിന്റെ ഭാര്യ ഉപ്പ് തൂണായെന്ന് കർത്താവും പഠിപ്പിച്ചു. പോരെ, ഈ ദൂതിൽ കൂടുതൽ എന്ത് ദൂത് വേണം നമുക്ക്? ഉപ്പ് തൂണായി പോകാതിരിക്കാൻ സൂക്ഷിച്ചോ.
വാരി കോരി കൂട്ടിയതിലൊക്കെ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി എന്നുള്ളത് സൂക്ഷിച്ചോ. തന്മൂത്തം താൻ വലഞ്ഞുപോയി. ഈ കാല് അസ്ഥികൾ തമ്മിൽ ഒടിഞ്ഞാലുണ്ടല്ലോ, ആ ഒടിഞ്ഞാൽ അത് കൂട്ടിച്ചേർക്കാൻ പറ്റും. അത് പൊടിഞ്ഞ് അസ്ഥികൾ അങ്ങ് ചെതറി വല്ലാതെ അങ്ങ് വലഞ്ഞു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. വലഞ്ഞവനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പാടാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഭൗതിക അനുഗ്രഹത്തിന്റെ പുറകെ പോയി ആത്മരക്ഷ നഷ്ടമാക്കിയ ജനകോടികൾ ജീവിക്കുന്ന ഭൂമിയിലാണ് ഞാനിന്ന് ഈ ജീവിക്കുന്നത്. അത് കറതീർന്ന പാസ്റ്റർമാർ പഥ്യോപദേശം പഠിപ്പിക്കാൻ പ്രാപ്തന്മാരായ ദൈവമാക്കി വെച്ച് അവൻ ചിലർ അപ്പോസ്തലന്മാരായി, ചില പ്രവാചകന്മാരായി, ചില സുവിശേഷന്മാർ, ഇടയന്മാരെ, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ദൈവം നിയമിച്ചു വെച്ച ശുശ്രൂഷ വൃന്ദങ്ങളുടെ അഭാവം കൊണ്ട് ജനം ദുരുപദേശം കേട്ട് നശിച്ച് നാമാവിശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും വന്നിരിക്കുന്നു. ഇനി ഒന്നുകൂടി എടുത്ത് പറയാം. ഒരു കാലത്ത് പഥ്യോപദേശം പ്രസംഗിച്ച് വിശുദ്ധ ഉപദേശം പ്രസംഗിച്ച് നടന്ന അനേക പാസ്റ്റർമാർ ഭൗതികം വന്നുകൂടിയപ്പോൾ ആ ചെറുപ്പക്കാരനെ പോലെ അത് വിട്ടുകളഞ്ഞ് അതിന്റെ പുറകെ പോകാൻ മനസ്സ് വയ്ക്കാതെ ആ ഭൗതികത്തെ നിസ്സാരമായി കണ്ടുകൊണ്ട് ആത്മീക അനുഗ്രഹത്തിന്റെ പുറകെ പോകാൻ കഴിയാതിരുന്നത് കൊണ്ട് അവർ വാരിക്കോരി കൂട്ടിവെച്ച ഭൗതികം. അതാ ഞാൻ എപ്പോഴും പറയും, താറാവിന്റെ പുറകെ നടന്നെങ്കിൽ സ്വർഗരാജ്യം കിട്ടിപ്പോയനെ ഭക്തനെ. താറാവിനെ വിട്ട് ഭൗതികത്തിന്റെ പുറകെ പോയപ്പോൾ എന്തു പറ്റി? അംശവടിയും പാമ്പും കുഞ്ഞെല്ലാം കയ്യിലും കാലിലും കയറി വന്നു. ആ തലമണ്ടയ്ക്കും കയറി. അവസാനം സാത്താൻ തകർത്ത് കളഞ്ഞു. ഇത് പറയുമ്പോൾ വേദനയോടെ ദുഃഖത്തോടെയാണ് ഞാൻ പറയുന്നത്. ഞാൻ അനേക പ്രസ്ഥാനങ്ങളിലെ അവരുടെ ലീഡർഷിപ്പ് ചെയ്യുന്നവരെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഇവരെല്ലാം പക്ക ജഡികന്മാരായി മാറി. ന്യൂ ജനറേഷൻ ചർച്ചിന്റെ ലീഡർഷിപ്പിലുള്ളവരെല്ലാം പക്ക ജഡികന്മാരായി മാറി, ദ്രവ്യാഗ്രഹികളായി മാറി, ലോകസ്നേഹികളായി മാറി. തന്നിമിത്തം അവരാൽ നയിക്കപ്പെടുന്ന ജനം ആത്മീകമായി നിത്യനാശത്തിലേക്ക് നിവദിച്ചു കൊണ്ടിരിക്കുക. അഗ്നിക്കടലിൽ അവർ പോയിക്കൊണ്ടിരിക്കുക. ലാസറിനെ പോലെ ജീവിച്ച് നിത്യത പ്രാപിക്കാൻ ഒരുങ്ങുന്നതല്ലേ അഭികാമ്യം? കോടിക്കണക്കിന് വാരിക്കൂട്ടി ശുഭ്രവസ്ത്രം കടുംചുവപ്പുള്ള വസ്ത്രം ധരിച്ച്, വില കൂടിയ വസ്ത്രങ്ങളും ധരിച്ച്, വില കൂടിയ കിണ്ടിച്ചിക്കണം അടിച്ച്, വില കൂടിയ കാറുകളിൽ യാത്ര ചെയ്ത്, എനിക്കറിയാം ഒരു 5-6 ലക്ഷം രൂപയുടെ കാറിൽ യാത്ര ചെയ്യാൻ പെന്തക്കോസ്തുകാർക്ക് ഇന്ന് മനസ്സില്ല. ഒരു പേട്ട് ചെറുക്കൻ ഇച്ചിരി കാശ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന് 20 ലക്ഷം രൂപയുടെ കാറാ മേടിച്ചു. ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അല്ലേ, അവനൊരു ഷെയ്മാണ്. ഒരു നാനാക്കാരിൽ പോകാൻ ഷെയ്മാ. ഒരു 2 ലക്ഷത്തിന്റെ കാറിൽ പോകാൻ അവന് ഷെയ്മാ. പെന്തക്കോസ്ത് പാസ്റ്റർ BMW വേണ്ടി കിടന്ന് തലകറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയാം, ആളും പേരും ഒന്നും ഞാൻ പറയുന്നില്ല. ഭൗതിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ വിശ്വാസികളും പാസ്റ്റർമാരും നെട്ടോട്ടമോടുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, ഭൗതികം കുറഞ്ഞിരുന്നാലും, ഭൗതിക നന്മകൾ വളരെ വിരളമാണെങ്കിലും, ഉണ്മാൻ ഉടുപ്പാനും മാത്രമുണ്ടെങ്കിലും, നീ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങ സഹോദര സഹോദരി. അതാണ് അഭികാമ്യം. എത്ര വർഷമാണ് നരകത്തിലെ ജീവിതം? കോടാനുകോടി വർഷം. എത്ര വർഷമാണ് സ്വർഗത്തിലെ ജീവിതം? കോടാനുകോടി വർഷം. കോടാനുകോടി വർഷം നിത്യമായ സന്തോഷവും സമാധാനവും അനുഭവിച്ച് നിത്യതയിൽ ദൈവത്തോടൊപ്പം ജീവിക്കുന്നതാണോ നല്ലത്? കോടാനുകോടി വർഷം സാത്താനുവിന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയിൽ പോയി അയ്യോ അയ്യോ എന്ന് വിളിച്ച് ജീവിതം നരകതുല്യമാക്കുന്നതാണോ നിനക്ക് വേണ്ടത്? ഏത് തിരഞ്ഞെടുക്കണം? ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. ജീവിതത്തിന്റെ തൊഴിലോ പഠനങ്ങളോ ഏത് ചെയ്താലും അതിൻ്റെ നടുവിൽ സമയങ്ങൾ വേർതിരിച്ച് കർത്താവേ ഞങ്ങളുടെ വരവിന് വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, ഉണർന്നിരിക്കുന്നു, സദാകാലം ഉടനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിച്ച് നിത്യത പ്രാപിക്കുവാൻ ഈ സന്ദേശം മുഖാന്തരമായി ഭവിക്കട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാണ്. ഒരുങ്ങിയിരിക്കാം, ഉണർന്നിരിക്കാം. ജീവിതത്തിന്റെ ഏത് തിരക്കേറിയ വേളകളിലും കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങണം. ഒരു വേദഭാഗം കൂടി എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നുകൊള്ളാം. സ്തോത്രം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്
ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ സംഭവിക്കാതിരിപ്പാൻ സൂക്ഷിച്ചോളൂ. അത് സർവഭൂതലത്തിൽ വസിക്കുന്ന ഏവർക്കും ഉണ്ടാകും. സഹോദര, ലോകത്തിന്റെ ഏത് മൂലയിൽ പോയി പാർത്താലും ഉണ്ടാകുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിലും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപാകെ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, 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 സ്തോത്രം.